പിന്നെ രണ്ടാമത്തെ സംഗതി വരകാണ്. വരക് എന്താണ് വരക്? കോഡോ മില്ലറ്റ് എന്ന് പറയാം. മില്ലറ്റിന് കോഡോ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ വരക്. വരകിന് ചില കുറെ ഗുണങ്ങളുണ്ട്, ചില ദോഷങ്ങളുണ്ട്. അതിന് ദോഷവും പറയാം, ഗുണവും പറയാം. എന്താണ് ഗുണങ്ങൾ? ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അസുഖത്തെയും മാറ്റുന്ന സാധനമാണ് വരക്. ബ്ലഡ് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന 5-5.5 ലിറ്റർ ബ്ലഡ് ഉണ്ടാവും. അത് ഹാർട്ടിന്റെ പമ്പിങ്ങിൽ ഗംഭീരമായിട്ട് ഓടി എല്ലായിടത്തും എത്തും. അതിന് കുറെ അസുഖങ്ങൾ, ഒന്നുകിൽ HP കുറയുക, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് കുറയുക, അല്ലെങ്കിൽ കൂടുക. ഇതൊക്കെ രോഗങ്ങളായിട്ട് വരും. അല്ലെങ്കിൽ മറ്റു സംഗതികൾ, ഇതിനകത്തുള്ള പ്ലേറ്റ്ലെറ്റ്സോ അല്ലെങ്കിൽ വൈറ്റ് കോർപ്പസൽസോ എന്തെങ്കിലും കുറയുകയോ കൂടുകയോ ചെയ്യാണ്. രണ്ടാണെങ്കിലും രോഗമായിട്ട് മാറും. സ്ഥിരമായിട്ട് കഴിച്ചാൽ മതി, പ്ലേറ്റ്ലെറ്റ്സ് കൂടും. ഇങ്ങനെ കുറെ സംഗതികൾ വരകിനെ സംബന്ധിച്ചിട്ടുണ്ട്. അതിനകത്ത് അഡീഷണൽ ആയിട്ട് ഫൈബർ, എല്ലാ മെഡിസിൻ മില്ലറ്റ്സിലും ഫൈബർ റിച്ച് ആണ്, വളരെ കൂടുതലുണ്ട്. ആന്റി ഓക്സിഡൻസ് വളരെ കൂടുതലുണ്ട്. ആന്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ പ്രതിരോധത്തിനുള്ള സാധനമാണ് ആന്റി ഓക്സിഡൻസ്. നമ്മുടെ ഭക്ഷണക്രമങ്ങളിൽ പല ഭക്ഷണങ്ങളും ദഹിക്കുമ്പോഴും ചില സംഗതികൾ ഉണ്ടാവുന്നുണ്ട്, വിഷാംശങ്ങൾ. അതിനെ പൂർണ്ണമായും ഒഴിവാക്കാനായി കൊണ്ട് സഹായിക്കുന്ന സാധനമാണ് ആന്റി ഓക്സിഡൻസ്. എല്ലാ പഴങ്ങളിലും പല പച്ചക്കറികളിലും ഇതുണ്ട്. അത് സ്ഥിരമായിട്ട് പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറയാൻ കാരണം ആന്റി ഓക്സിഡൻസിന്റെ ലഭ്യത ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കണം. ഈ വരകിനകത്ത് ധാന്യം കഴിക്കുമ്പോൾ തന്നെ അതിനകത്ത് ആന്റി ഓക്സിഡൻസ് കിട്ടും. അതുപോലെ പ്രോട്ടീൻ റിച്ച് ആണ്. പ്രമേഹം, പൊണ്ണത്തടി, വാദം, ആസ്മ ഈ രോഗങ്ങളൊക്കെ മാറ്റാനായിക്കൊണ്ട് സഹായിക്കുന്ന സാധനമാണ് വരക് എന്ന് പറയുന്ന സാധനം. ഇംഗ്ലീഷിൽ കോഡോ മില്ലറ്റ് പറയും. ഇനി ബ്ലഡിലെ ഘടകങ്ങളെല്ലാം ബാലൻസ് ചെയ്യിപ്പിക്കും, ബ്ലഡ് കൂട്ടും, ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളെയൊക്കെ മാറ്റും. ഇതാണ് വരകിന്റെ പ്രത്യേകത. മനസ്സിലായത്? പക്ഷെ അതിനൊരു ചെറിയ ദോഷം കൂടിയുണ്ട് വരകിന്. വരക് കൃഷി ചെയ്ത് വിളവെടുത്തു കഴിഞ്ഞാൽ ഈ സാധനം പ്രോസസ്സൊക്കെ ചെയ്യുമല്ലോ. അതിന്റെ മേലെയുള്ള തവിടൊക്കെ, തവിടല്ല, ഉമിയൊക്കെ മാറ്റിയ ശേഷം അതിനെ എന്ത് ചെയ്യണം? ഒരു 6 മാസമെങ്കിലും എടുത്തു വെക്കണം. 6 മാസം വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ ചെറിയൊരു ടോക്സിൻ, ഒരു ചെറിയ വിഷമുണ്ട്. ആ വിഷം അവിടെ തന്നെ നിൽക്കും. അങ്ങനെ ആ വിഷത്തോടു കൂടിയാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നതെങ്കിൽ, സോക്ക് ചെയ്ത് വെക്കുന്നതെങ്കിൽ 8 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ആ വെള്ളത്തിൽ ഒരു ബ്രൗൺ കളർ വരും, അല്ലെങ്കിൽ ഒരു കറുപ്പ് കളർ വരും. അങ്ങനെ വരികയാണെങ്കിൽ അതിലെ ടോക്സിൻ പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. 6 മാസം നിങ്ങൾ ആ ധാന്യം എടുത്തു വെച്ചിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു സംഗതി, അങ്ങനെ ടോക്സിൻ ഉള്ള ഒരു ധാന്യമാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അത് കഴിക്കരുത്. അത് വീണ്ടും പല പ്രാവശ്യം കഴുകിയ ശേഷം, അത് കറുപ്പ് നിറം തീരെ ഇല്ലാത്ത അവസ്ഥയായ ശേഷം മാത്രമേ കഴിക്കാവൂ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ വരക് അങ്ങനെ ചില ഗുണങ്ങളുള്ള സാധനമാണ്. ഒരാൾക്ക് ഒരു പേഷ്യന്റിന് വരക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാലക്കാടുള്ള ഒരാളാണ്. വരക് സ്ഥിരമായിട്ട് കഴിക്കാൻ പറഞ്ഞു. കുറച്ചു കാലം അവരുടെ ബ്ലഡ് വളരെ കുറവായിരുന്നു. അത് കൂടി 2 മാസം എടുത്തു. 2 മാസം കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഇപ്പോഴും വരക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നല്ലതാണ്, ബ്ലഡ് കൂടാൻ നല്ലതാണ്. ഇനിയുള്ളത് തെനയാണ്. ഫോക്സ്റ്റൈൽ മില്ലറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന തെന. പഴയ കഥയൊക്കെ പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് ഹിന്ദു മിത്തോളജിയിൽ ചില ദേവന്മാരും അസുരന്മാരൊക്കെ ഉള്ള യുദ്ധങ്ങളും അതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ കൂട്ടത്തില് ഒരു അസുരൻ ഭൂമി ദേവിയെ പാതാളത്തിലേക്ക്, രസാതലത്തിലേക്ക് കൊണ്ടുപോയി. അതിനെ വീണ്ടെടുക്കാനായിക്കൊണ്ട് മഹാവിഷ്ണു അവതാരമെടുത്തു. പൂർണ്ണമായിട്ട് വരാഹമായിട്ട് അവതരിച്ചു, പന്നിയായിട്ട് അവതരിച്ചിട്ട് ഈ പന്നി ഈ അസുരനായിട്ട് ഒരുപാട് ദീർഘകാലം യുദ്ധം ചെയ്തു. എത്രയോ ദിവസങ്ങൾ രാത്രിയും പകലും യുദ്ധങ്ങളായി. അങ്ങനെ അവസാനം അതിനെ കൊന്നു. ആ അസുരനെ കൊന്നിട്ട് അപ്പോഴും ശരീരം മുഴുവൻ മുറിവായിരുന്നു. ഒപ്പം തന്നെ തലയിലേക്കും അടിപറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഭൂമിയെ വീണ്ടും തിരിച്ചു നമ്മളെ സാധാരണ എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ട് വെച്ചു എന്ന് അങ്ങനെയാണ് കഥ പറയുന്നത്. അതിനുശേഷം എല്ലാ ആളുകളും കൂടെ പോയി വളരെ നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങേക്ക് എന്താണ് ഞങ്ങൾ തരേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് തേന കൊണ്ട് പലഹാരമുണ്ട്, ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ മതി
ഞാൻ ഇനി റെസ്റ്റിലാണ്, ഞാൻ പുറത്തേക്ക് വരില്ല, അനങ്ങാതിരിക്കുകയാണ്, അപ്പോൾ എനിക്ക് ഭക്ഷണമായിട്ട് തന്നെയാണ്. അത് കഥയാണ്, കഥ വിട്ടു. നമ്മൾ കാര്യത്തിൽ കിടക്കും. തേനയെ കുറിച്ച് വിശദമായിട്ടുള്ള ഗവേഷണം നടത്തിയ ആളുകൾ പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ എന്ത് മുറിവുണ്ടായാലും വേഗം മുറിവ് ഉണക്കാൻ സഹായിക്കുന്ന സാധനം അതിനകത്തുണ്ട്. തലച്ചോറിലൊരു അപകടം പറ്റിയാൽ അല്ലെങ്കിൽ തലയ്ക്കൊരു അടി പറ്റിയാൽ ആ അടിനെ ശരിയാക്കാൻ, അതുകൊണ്ടുള്ള ക്ഷതങ്ങളെ മുഴുവൻ ഒഴിവാക്കാനായിക്കൊണ്ട് സഹായിക്കുന്ന സാധനം അതിനകത്ത്. മെമ്മറിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ നാഡീ ഞരമ്പുകളിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ മുഴുവൻ ക്ലിയർ ആക്കാനുള്ള വസ്തുക്കൾ തെനയിലുണ്ട്. നോക്കൂ, അപ്പൊ തെന എന്ന് പറഞ്ഞ സാധനം രാജകീയമായ ഒരു സാധനമാണ്, സാധാരണ ഒരു സാധനമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ തെന കഴിച്ച് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പക്ഷികൾക്കല്ല കൊടുക്കേണ്ടത്, നമ്മൾ കഴിക്കണം. നമ്മളിപ്പോ എന്താ ചെയ്യണം? പക്ഷികളുടെ ഫുഡല്ലേ, പക്ഷികൾക്ക് ഇങ്ങനെ കൊടുക്കും. നമ്മളങ്ങനെ നമുക്ക് ഗുണമില്ല, പക്ഷികൾക്ക് മാത്രം കൊടുത്തതിന്റെ ഗുണം. അപ്പൊ നമ്മളത് ഉണ്ടാക്കുക, കഴിക്കുക, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഗുണകരമായിരിക്കും. മെമ്മറി ലോസ്, വയസ്സായി കഴിഞ്ഞാൽ മെമ്മറി പോകില്ലേ പലർക്കും, ഓർമ്മയില്ല. കണ്ണട എവിടെയും വെച്ചിട്ടുണ്ടാവും, അയ്യോ കണ്ണട എവിടെ തപ്പും, ഒരുപാട് തപ്പും. മാറ്റണമെങ്കിൽ എളുപ്പവഴി ഇതാണ്, തെന കഴിച്ചാൽ മതി. ചിലർക്ക് തീരെ ചില ആളുകളുണ്ട് വിറയലുണ്ട്, കൈ വിറയല്, തലച്ചോറ് സംബന്ധമായ പ്രശ്നം, അത് ക്ലിയർ ആക്കണമെങ്കിൽ ഇത് കഴിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ കുറെ സൂത്രങ്ങളുണ്ട്. അതായത് ഇത് മാറണമെങ്കിൽ ഇത്തരം രോഗങ്ങളൊക്കെ മാറ്റണമെങ്കിൽ നാഡീഞരമ്പുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, തലച്ചോറിന് മെമ്മറി, അൽഷിമേഴ്സ്, പാർക്കിൻസൺ, വിറയല് രോഗം, പാർക്കിൻസൺ എന്ന് പറയും. ഈ രോഗത്തെ ഒക്കെ ശരിയാക്കണമെങ്കിൽ ഈ ഫുഡ് കഴിച്ചാൽ മതി. സൂപ്പർ ഫുഡാണ് ഈ സാധനം. മഞ്ഞ നിറത്തിലുണ്ടാവും, ചെറിയ ധാന്യമാണ്, അത് കഴിക്കും. ലോകത്തിലെല്ലായിടത്തും ഇത് സാധനമുണ്ട്. ലോകത്തിലെ ഇന്ത്യയില് അല്ലെങ്കിൽ ലോകത്തില് ആദ്യത്തെ മില്ലറ്റ് കൃഷി ചെയ്യാൻ ആരംഭിച്ച ആദ്യത്തെ മില്ലറ്റ് തന്നെയായിരുന്നു. അതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് അങ്ങനെയാണ്, കാരണം അത്രയും നല്ല ഏൻഷ്യന്റ് ആയിട്ടുള്ള സാധനമാണ്. ഏറ്റവും നല്ല സാധനം അതാണ് എന്ന് ഞാൻ പറയും. അടുത്ത സാധനം കുതിരവാലി എന്നാണ്. ഈ അടുത്തൊരു ക്ലാസ് നടത്തിയപ്പോൾ അവർ പറഞ്ഞു, കുതിരവാലി അതൊരു മീനല്ലേ? അങ്ങനെയല്ല, മീനല്ല, കുതിരവാലി എന്നാണ് ഇതിന് നമ്മളൊക്കെ പറയാം. കേരളത്തിലൊക്കെ കുതിരവാലി എന്നാണ് പറയാം. ബാണിയാട് മില്ലറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം, ബാണിയാട് മില്ലറ്റ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും കൂടുതൽ വലിയ ഗുണം എന്താണ്? ആന്തര അവയവങ്ങളെ മുഴുവൻ, അകത്തുള്ള അവയവങ്ങൾ ഉണ്ടല്ലോ, എല്ലാ അവയവങ്ങളെയും ക്ലെൻസ് ചെയ്യുന്ന, ക്ലീൻ ആക്കുന്ന ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഇതിനകത്ത്. ഫൈബർ റിച്ച് ആണ്, പ്രോട്ടീൻ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അതിനേക്കാൾ ഉപരി മെഡിസിനൽ വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. അകത്തുള്ള ആന്തരാവയവങ്ങൾ, കിഡ്നി ആയിക്കോട്ടെ, ലിവർ ആയിക്കോട്ടെ, കുടലുകളായിക്കോട്ടെ, അതുപോലെയുള്ള അകത്തുള്ള ലങ്സ്, ഹാർട്ട്, എല്ലാ അവയവങ്ങളെയും ക്ലീൻ ചെയ്യാനായിക്കൊണ്ട് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പം നമുക്കിത് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ കാര്യമായ അസുഖങ്ങളൊന്നും ആന്തര അവയവങ്ങളിൽ വരില്ല. മനസ്സിലായത്? അപ്പൊ ഇതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതി. ഹൈ ഫൈബർ ആണ്, അയൺ വളരെ കൂടുതലാണ്, കാൽസ്യം ധാരാളം ഉണ്ട്, ഫോസ്ഫറസും ധാരാളം ഉണ്ട്. അനീമിയ മാറ്റാനുള്ള, അതാണ് അയണൊക്കെ, അതൊക്കെ അനീമിയ ഒക്കെ മാറും. ആന്തരാവയവങ്ങളെയൊക്കെ മുഴുവൻ ക്ലെൻസ് ചെയ്യാനായിക്കൊണ്ട് സഹായിക്കും. അപ്പൊ 4 ഇനി 5ാമത്തെ ഒരു മില്ലറ്റ് കൂടിയുണ്ട്. അതാണ് ഗംഭീരനായിട്ടുള്ളൊരു മില്ലറ്റ്. ആ മില്ലറ്റിന്റെ പേര് ബ്രൗൺ ടോപ്പ് മില്ലറ്റ് എന്ന് പറയും. ഇന്ത്യയിലൊക്കെ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിന് ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉണ്ട്. അമേരിക്കയിൽ ഈ സാധനം കൃഷി ചെയ്യുന്നുണ്ട്, ധാരാളം കൃഷി ചെയ്യുന്നുണ്ട്. മനുഷ്യർ ഉപയോഗിക്കില്ല. അത് മുഴുവൻ കാലിത്തീറ്റയായിട്ട് പോകും. കുതിരയ്ക്കും കാലിക്കൊക്കെ കൊടുക്കുന്ന സാധനമാണ്. അതിന്റെ ഇലയും തണ്ടും അതിന്റെ വിത്തും എല്ലാം കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കും. അവിടെ ഇപ്പൊ 2023 ഈ സംഗതികൾ നടന്ന് ഇതിന്റെ മെഡിസിനൽ വാല്യൂ എല്ലാം പുറത്തു വന്നപ്പോ അമേരിക്കക്കാരൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് വേണം. ഇപ്പൊ അവര് കൃഷി ചെയ്ത് അത് മുഴുവൻ അവര് തന്നെ ഉപയോഗിക്കുകയാണ്. അപ്പൊ അത് ഗംഭീരമായിട്ട് കൃഷി അവിടെ തുടങ്ങി. കാരണം ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, ഈ കൃഷി നമ്മള് കാനെല്ലാം കൃഷി ചെയ്യാം. അത്യാവശ്യം ചെറിയ വെയിലേ ഉള്ളൂ പറഞ്ഞാലും കൃഷി ചെയ്യാം. 2 മാസം കഴിയുമ്പോഴത്തേക്കും സംഗതി വിളവെടുക്കാൻ പറ്റും. അത്രയും ലളിതമായ കൃഷിയാണ്. കാര്യമായിട്ട് രോഗങ്ങളൊന്നും ഇതിനകത്ത് വരില്ല. അതാണ് അത് കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു കാരണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയെടുക്കുന്ന പ്രയാസമുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ തയ്യാറാണെന്ന് ഇരിക്കട്ടെ, നമ്മൾ ഇപ്പൊ ഒരു കണ്ടത്ത് ഇത് കൃത്യമായിട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കി അത് വിളവെടുത്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉമി കളയണം. ഉമി കളയണമെങ്കിൽ എളുപ്പമൊന്നുമല്ല.
നമ്മൾ സാധാരണ മില്ലിൽ പോയാലും പറ്റും, ഇതിന് സെപ്പറേറ്റ് മില്ലുണ്ട്, ആ മില്ലിൽ പോയിട്ട് അരച്ചെടുക്കണം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സാധനം ഉണ്ടാക്കിയിട്ട് ഇത് മില്ലിങ് കാര്യങ്ങൾ നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിചർ ആറുമുഖനെ കോണ്ടാക്ട് ചെയ്യുക. മൂപ്പര് അതിനുള്ള എന്തൊക്കെയാണോ സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞുതരും. എവിടെ പോകണം, എങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞുതരും. അവിടെ കൊണ്ടുപോയി കൊടുത്ത് അതിനെ കുത്തിയെടുത്ത് കൊണ്ടുവരും. നല്ല വിലയാണ് ഇപ്പോൾ ഈ സാധനത്തിന്. കാരണം ഡിമാൻഡ് കൂടി, കാരണം അത്രയും പോഷണങ്ങൾ ഉള്ളത് കൊണ്ട് ഡിമാൻഡ് കൂടിയപ്പോൾ വിലയും കൂടി. ഇപ്പോൾ നേരത്തെ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത് 120 രൂപയ്ക്കാണ്, ഏറ്റവും വില കുറവുള്ള സമയത്ത് ഞാൻ വാങ്ങിച്ചത്. ഇപ്പം അത് പോയിട്ട് 200, 300, 400 രൂപ വരെയൊക്കെ ഉണ്ട് ഓൺലൈനിൽ. അപ്പോൾ ചുരുങ്ങിയ റേറ്റിലാണ്. ഇപ്പോഴും മറ്റു സാധനങ്ങളൊക്കെ 100, 120, 130 ആ റേഞ്ചിൽ ഉള്ള സമയത്ത്, അല്ലെങ്കിൽ 150 താഴെ ഉള്ള സമയത്ത് മറ്റേ ബ്രൗൺ വലിയ കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ അത് കൃഷി ചെയ്ത് എടുക്കാനായിക്കൊണ്ട് പറ്റും. ധാരാളം വളയുന്ന സാധനമാണ്, പ്രശ്നമൊന്നുമില്ല. ഇനി അതിന്റെ ഗുണം എന്താണ്? സ്കിൻ ഡിസീസിനെ മുഴുവൻ ക്ലിയർ ആക്കും. ഫൈബർ റിച്ച് ആണ്, 12% ഫൈബർ ഇതിനകത്തുണ്ട്. പ്രോട്ടീൻ ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ഫൈബർ ഏറ്റവും കൂടുതലുള്ള ഒരു മില്ലറ്റ് ആണ് ഈ സാധനം. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഫൈബർ കൂടുതലാണെങ്കിൽ മലശോധന വളരെ ക്ലിയർ ആവും, സ്മൂത്ത് ആയിട്ട് മലം പോകും. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ല. കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധമാണ് സ്കിൻ ഡിസീസിന് പ്രധാനപ്പെട്ട കാരണം. കുറെ 2-3 കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലബന്ധം. അപ്പൊ മലബന്ധം പൂർണ്ണമായും മാറിക്കഴിഞ്ഞാൽ സ്കിൻ ഡിസീസ് പൂർണ്ണമായും മാറും. സ്കിൻ ഡിസീസ് മാറ്റാനെ കൊണ്ട് എളുപ്പമല്ലേ? എന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ ഡിസീസോ ലങ്സിന്റെ ഡിസീസോ ഒക്കെ മാറ്റാൻ ഇത് ഈസി ആയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ബ്രൗൺ ടോപ്പ് മില്ലറ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ സ്കിൻ ഡിസീസ് മാറും. അതാണ് ഏറ്റവും ആദ്യം പഠിക്കുന്ന സംഗതി. ഇനി 2 കുടലുകളെ സംബന്ധിച്ച്, ചെറുകുടലിന്റെയും വൻകുടലിന്റെയും അകത്തുള്ള എന്തൊക്കെ രോഗങ്ങളുണ്ടോ ആ രോഗങ്ങളെ മുഴുവൻ മാറ്റാനായിക്കൊണ്ട് ഇത് സഹായിക്കും. അപ്പൊ അതും ബെനിഫിഷ്യൽ. ഇനി മലാശയവുമായി ബന്ധപ്പെട്ടുള്ള പല തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവും, അത് മാറും. പൈൽസ്, ഫിസ്റ്റുല അങ്ങനത്തെ സാധനങ്ങളുണ്ട്, അതിനും മാറ്റാൻ ഇതാണ് നല്ലത്. ലങ്സ് ഡിസീസ് ഉണ്ടെങ്കിൽ, ആസ്മ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴും ഇതാണ് നല്ലത്. അപ്പൊ ഇത്രയും അസുഖങ്ങൾ മാറ്റാനായിക്കൊണ്ടുള്ള ഒരു ദിവ്യമായ ഒരു ഭക്ഷണ ഇതാണ് മില്ലറ്റ് അതിനകത്തുള്ള ഈ സാധനം, അതായത് ബ്രൗൺ ടോപ്പ് മില്ലറ്റ്. അപ്പൊ ബ്രൗൺ ടോപ്പ് മില്ലറ്റിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. അതായത് തയാമിൻ എന്ന് പറയുന്ന സാധനം, B2 അതായത് റൈബോഫ്ലോവിൻ എന്ന് പറയുന്ന സാധനം, നിയാസിൻ എന്ന് പറയുന്ന B3, ഈ 3 നന്നായിട്ടുള്ള സാധനമാണ്. ഏറ്റവും കൂടുതലുള്ള സാധനമാണ് ഈ ബ്രൗൺ ടോപ്പ് മില്ലറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പല രോഗങ്ങളും വേഗത്തിൽ മാറ്റാനായിക്കൊണ്ട് സാധിക്കുന്നത്. BP മാറും ഇത് കഴിച്ചാൽ. കാരണം മലം നന്നായിട്ട് പോയി കഴിഞ്ഞാൽ, ഈസി സ്മൂത്തായിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ BP കൺട്രോൾ ആവും. ഡയബറ്റിക്സ് മാറും, സ്കിൻ രോഗങ്ങൾ മാറും, കുടൽ രോഗങ്ങൾ മാറും, കോൺസ്റ്റിപ്പേഷൻ മാറും, പൈൽസ് മാറും, ഫിസ്റ്റുല മാറും. ഇത്രയും രോഗങ്ങളെ മാറ്റാനായിക്കൊണ്ട് സഹായിക്കുന്ന സാധനമാണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ്. ഇത് 5 മെഡിസിനൽ മില്ലറ്റുകളാണ്. മെഡിസിനൽ മില്ലറ്റുകൾ. ഇനി അല്ലാത്ത മില്ലറ്റുകൾ വേറെ ഉണ്ട്. അതേതൊക്കെയാണ്? നമ്മൾ ആദ്യം തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, റാഗി അഥവാ നമ്മളിവിടെ നാട്ടിൽ വിളിക്കുന്ന കോറ എന്ന് വിളിക്കുന്ന ഒരു സൂപ്പർ ഫുഡ് ഉണ്ട് അല്ലെ, നമുക്കറിയാം അല്ലെ. ബ്രൗൺ നിറത്തിൽ ചെറിയ സാധനമാണ്. അതങ്ങ് അരച്ചിട്ട് നമ്മൾ 100 എടുക്കും, കുട്ടികൾക്ക് കൊടുക്കും. അതിൽ അങ്ങനെയുള്ള കുറെ സംഗതികൾ നമുക്കറിയാം. നമ്മൾ 100 എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം, കുട്ടികൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അറിയാം. നമ്മൾ അത് എന്ത് ചെയ്യും, അതിനെ പൊടിച്ചെടുത്തിട്ട് അതിനെ നേരെ പുട്ടുണ്ടാക്കി കഴിയും അല്ലേ. അതൊക്കെ പ്രമേഹ രോഗികൾക്ക് ബെസ്റ്റ് സാധനങ്ങളാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ചില പ്രത്യേകതകളും കൂടെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. റാഗി എന്താണ്, മുത്താറി എന്താണ്, ഏറ്റവും മനുഷ്യന് യോജിച്ച ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള മില്ലറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റാഗിയാണ്. ഏറ്റവും നല്ലത്. അതായത് കുട്ടികളായിരിക്കുമ്പോൾ കഴിക്കാം, എല്ലാ പ്രായത്തിലും, മുതിർന്ന സമയത്തും കഴിക്കാം, ഏറ്റവും പ്രായം ചെന്ന് വയസ്സായിട്ട് തളർന്നിരിക്കുമ്പോഴും ഇത് കഴിക്കാം. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം. എല്ലാ പ്രായത്തിലുള്ള ആളുകൾ. ഏറ്റവും കൂടുതൽ പ്രോട്ടീനും അതിനകത്തുണ്ട്, കാൽസ്യം, വൈറ്റമിൻ ഡി ഭക്ഷണത്തിൽ നിന്ന് കിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഒരാഴ്ച മുമ്പ് എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, പ്രകൃതി ജീവനം നടത്തുന്ന ഗോപാലകൃഷ്ണൻ സാറും ഭാര്യയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വൈറ്റമിൻ ഡിയുടെ ഷോർട്ടേജ് ഉണ്ട്.
അക്യൂട്ട് ഷോർട്ടേജിലേക്ക് വന്നിട്ടുണ്ടോ സംശയം. അപ്പൊ എന്താണ് ചെയ്യാൻ ചോദിച്ചു. ഈസിയസ്റ്റ് മെത്തേഡ് എന്താണ്? വെയിൽ കൊള്ളുക എന്നുള്ളതാണ്. പക്ഷെ വെയിൽ കൊണ്ടാൽ വൈറ്റമിൻ ഡി കിട്ടുമോ? വെയിൽ കൊണ്ടിട്ടും കിട്ടുന്നില്ല. എന്താ കാരണം? pH കറക്റ്റ് അല്ല. നമ്മുടെ pH അസിഡിറ്റി വന്നു. അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനെ ക്ലിയർ ആക്കണം. എന്തുകൊണ്ടാണ് ക്ലിയർ ആക്കാൻ പറ്റുക? കുമ്പളങ്ങ ജ്യൂസോ കുക്കുംബർ ജ്യൂസോ തണ്ണിമത്തങ്ങ ജ്യൂസോ കഴിച്ചാൽ മതി. വെറും വയറ്റിൽ കഴിക്കണം. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നോർമലി ഒരു 10-15 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ pH നോർമലാവും. pH നോർമൽ ആയി കഴിഞ്ഞാൽ അല്പം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി വളരെ നമുക്ക് ആവശ്യമുള്ള അത്രയും ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ വൈറ്റമിൻ ഡി അല്ലാണ്ടുള്ള സോഴ്സ് കോഴിമുട്ടയിൽ വൈറ്റമിൻ ഡി ഉണ്ട്, ചെറിയ അളവിലാണെങ്കിലും ഉണ്ട്. പിന്നെ കൂണിലാണുള്ളത്. കൂണ് വെയിലത്ത് വെക്കണം. വെയിലത്ത് വെച്ച് 2 മണിക്കൂർ 3 മണിക്കൂർ വെയിലത്ത് വെച്ചതിന് ശേഷം നമ്മൾ കറി വയ്ക്കുകയാണെങ്കിൽ ആ കൂണിൽ വൈറ്റമിൻ ഡി സന്നിവേശിക്കും. സൂര്യപ്രകാശത്തു നിന്ന് അത് വൈറ്റമിൻ ഡി ഉണ്ടാക്കിയിട്ട് കൂണിൽ ശേഖരിച്ചു. ആ കൂണ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഡി കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഗുളിക എടുക്കേണ്ടി വരും. ഗുളിക എടുത്തു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ചെറിയ കുട്ടികളാണ് ആ കണ്ടീഷനിലുള്ള ആളുകൾ. ഇപ്പൊ 16 വയസ്സാണ് അല്ലെങ്കിൽ 20 വയസ്സാണ്. ആ കുട്ടികൾ വൈറ്റമിൻ ഡി എടുക്കേണ്ടി വന്നു എന്നിരിക്കട്ടെ. അവർ സ്ഥിരമായി വൈറ്റമിൻ ഡി കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ അവർക്കുണ്ടാവുന്ന കുട്ടികൾക്ക് വൈറ്റമിൻ ഡി അബ്സോർബ് ചെയ്യാൻ, സൂര്യപ്രകാശം കിട്ടിയാലും അബ്സോർബ് ചെയ്യാൻ സാധിക്കില്ല. ഒരു ജനറേഷൻ പോയി. ഡീജനറേഷൻ ഡിസീസ് നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ ഒരു ഡിസീസ് വരും. വൈറ്റമിൻ ഡി കിട്ടാത്ത ഒരു പ്രശ്നം. അവരുടെ തലമുറയായിട്ട് പിന്നെ വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ നടക്കില്ല. അപ്പൊ അന്യം നിന്ന് പോകുന്നൊരു അവസ്ഥ വരും. ഡിനോസറുകളൊക്കെ നിന്നതുപോലെ നമ്മളും സ്റ്റോപ്പ് ആവേണ്ട ഒരു വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെ കറക്റ്റ് ആക്കി എടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പൊ റാഗിക്ക് അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ എല്ലുകളും പല്ലുകളും ശരിയാക്കി എടുക്കാനായിക്കൊണ്ടുള്ള ധാതുക്കൾ, കാൽസ്യവും ഫോസ്ഫറസും, ഇതൊക്കെ വളരെ കൂടുതലുള്ള സാധനമാണ് റാഗി. നിങ്ങൾ സ്ഥിരമായിട്ട് റാഗി കഴിക്കണമെന്നിരിക്കട്ടെ, മെലിഞ്ഞ ശരീരമാണ്, സ്ഥിരമായിട്ട് റാഗി കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് കൂടി വരും. ചിലപ്പോൾ 80 കിലോ ഒക്കെ എത്തും. അപ്പോഴും നിങ്ങളുടെ ശരീരം നോക്കി കഴിഞ്ഞാൽ 60 കിലോ ഒക്കെ കാണുള്ളൂ. മീൻസ് ആ ശരീരത്തിന്റെ ആകാരം നോക്കി കഴിഞ്ഞാൽ അത്രേ കാണുള്ളൂ എന്നാണ് നമ്മൾ പറയാം. പക്ഷെ എല്ലിന്റെ സ്ട്രെങ്ത് കൂടി കഴിയും, എല്ലിന്റെ വെയിറ്റ് കൂടും. അങ്ങനെ എല്ലിന്റെ വെയിറ്റ് കൂടുമ്പോഴാണ് നമുക്ക് ആരോഗ്യം കൂടി വരും. അപ്പൊ അതിന് ആരോഗ്യം കൂട്ടണമെങ്കിൽ ഏറ്റവും നല്ലത് റാഗി സ്ഥിരമായി കഴിക്കുക. എങ്ങനെ കഴിക്കാം? റാഗി കുറുക്കി കഴിക്കാം, പുട്ടായി കഴിക്കാം, അട കഴിക്കാം, ദോശ ഉണ്ടാക്കി കഴിക്കാം, പല രീതിയിലും കഴിക്കാം. ഇനി കറുകുറു ദോശ അങ്ങനെ എന്തൊരു സാധനം പറയില്ലേ, പരിപ്പും എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ടത്, അങ്ങനെ ഒരു ദോശയായിട്ട് ഹാർഡായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചവച്ചു. ഇതിങ്ങനെ ഏതെങ്കിലും തരത്തിൽ റാഗി അകത്ത് ചെല്ലുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാം. അപ്പൊ ഇതാണ് വേറെ സംഗതി. അപ്പൊ റാഗിയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ റാഗി നിങ്ങൾക്ക് കുറെ സംഗതികൾ പറയാനുണ്ടാവുമല്ലോ റാഗിയെ കുറിച്ച്. അല്ലെ, കുട്ടികൾക്ക് കുറുക്കി കൊടുക്കുന്ന സമയത്ത് 100 എടുത്ത് കറക്റ്റ് ആക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് പൂപ്പലടിക്കാൻ പാടില്ല. പൂപ്പടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അല്ലെ, 100 ഒക്കെ എടുത്ത് വെച്ച് കഴിയുമ്പോൾ. അതുകൊണ്ട് തന്നെ അത് നന്നായി ഉണക്കിയതിന് ശേഷം അത് ടിന്നില്, കാറ്റ് കടക്കാത്ത പാത്രത്തിൽ അടച്ചു വെക്കണം. എന്നിട്ട് ആവശ്യത്തിനെ എടുക്കാവൂ. അത് വളരെ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ അത് പൂപ്പല പിടിക്കും. പൂപ്പല പിടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ കൊടുത്താൽ കുട്ടികൾ വയറാളും അല്ലേ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മളെ വീട്ടിലൊക്കെ ചെയ്തിട്ടുണ്ടായത് അതിനെ നന്നായിട്ട് അരയ്ക്കും, മിക്സിയിൽ അരച്ചിട്ട് പാലെടുക്കും, അതിനെ പിഴിഞ്ഞെടുത്ത ശേഷം ആ പാല് കുറുക്കിയിട്ടാണ് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായത്. അല്ലാതെ നമ്മൾ 100 എടുത്ത് വെക്കുന്ന പരിപാടി നമുക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഒരു തവണ നമ്മളത് കണ്ടു. ഒരു അയൽവാസിയായിട്ടുള്ള ഒരു കുട്ടിക്ക് വയറിളക്കം പിടിച്ചു. എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് ഇത് പരിശോധിച്ച് നോക്കിയപ്പോൾ പൂപ്പലടിച്ചിട്ടുണ്ട് ആ സാധനം. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനുശേഷം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, 100 എടുത്ത് വെക്കണ്ട, അതിന് പകരം നമുക്ക് അപ്പം അരച്ചു കൊടുക്കുന്നതിൽ കുറച്ചുകൂടി നല്ലത്. അങ്ങനെ അത് തുടങ്ങി. ഇനി വലിയൊരു സാധനമുണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ സാധനം. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് കാലാകാലത്തേക്ക് യാതൊരു രോഗമില്ലാത്ത ലെവലിലേക്ക് ഇരിക്കണമെങ്കിൽ വേറൊരു സംഗതി, അതായത് മണിച്ചോളം എന്ന് പറയുന്ന സാധനം സ്ഥിരമായിട്ട് കഴിച്ചാൽ മതി. എല്ലാ രോഗങ്ങളും മാറി, അതായത് ധാതുക്കളെല്ലാം അതിനകത്ത് സമീകൃതമായ ലെവലിലുണ്ട്. മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് ഇത് കഴിച്ചു കഴിഞ്ഞാൽ
നല്ല സ്ട്രെങ്ത് അനുഭവപ്പെടും. സ്പോർട്സ്മാനൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ്. നല്ല ബലം ഉണ്ടാവും, കരുത്തുണ്ടാവും, മസിലിന്റെ കരുത്ത്, എല്ലിന് കരുത്ത്, പല്ലിന് കരുത്ത്, എല്ലാം ഫുൾ കരുത്തനായിട്ട് മാറണമെങ്കിൽ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇത് കൊടുത്തുകൊണ്ടേയിരിക്കണം. മണിച്ചോളം എന്ന് പറയുന്ന ചെറിയ ചോളമാണ്. കാക്കച്ചോളം എന്ന് പറയുന്ന സാധനം ഒരു കൊലയായിട്ട് ഇങ്ങനെ വരും മേലെ, ഏറ്റവും മേലെ. ചോളം നമ്മുടെ പഴയ മഞ്ഞനിറത്തിലുള്ള മഞ്ഞച്ചോളമല്ല, അത് മക്കച്ചോളമാണ്. അത് ഈ മില്ലറ്റിന്റെ ഗ്രൂപ്പിൽ പെടുന്നില്ല. ചെറിയ 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 മണിമണിയായിട്ട് ഇങ്ങനെ നിൽക്കും. വളരെ സിമ്പിളായിട്ടുള്ള സാധനം. അത് പ്രോസസ്സിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. അത് നേരിട്ട് നമുക്ക് പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കി കഴിക്കുക. ഞാൻ ചെയ്യുന്ന സ്ഥലം പുട്ടുണ്ടാക്കി കഴിക്കും രാവിലെ. അതുകൊണ്ട് പുട്ടുണ്ടാക്കി കഴിക്കും. നല്ല സാധനമാണ്, കാരണം ഹെൽത്തിയാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് തടിക്കാൻ സാധിക്കില്ല, തടി വരില്ല. നിങ്ങൾക്ക് മെലിയാനും സാധിക്കില്ല, മെലിവും വരില്ല. നിങ്ങൾ അത് എത്രയാണോ വെയിറ്റ് ആ വെയിറ്റ് തന്നെ നിൽക്കും. നിങ്ങൾക്ക് ശരീരം സ്ഥൂലമോ സൂക്ഷ്മോ ഒന്നും ആവില്ല. അത്രയും നല്ല ഒരു സാധനമാണ് ഈ മണിച്ചോളം എന്ന് പറയുന്നത്. കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണ്. കുറച്ച് വരച്ചിട്ട് ഒന്ന് പാകിയിട്ട് പുല്ല് ഇങ്ങനെ മുളച്ച് ഇത്ര വരുന്ന സമയത്ത് അത് ഇങ്ങനെ എവിടെയൊക്കെ വെയിലുണ്ടോ അവിടെയൊക്കെ നട്ടുകൊടുത്താൽ മതി. അത് സുഖമായിട്ടുണ്ടാവും. നമ്മളൊന്നും അത് ശ്രദ്ധിക്കാനേ പോണ്ട. മഴക്കാലത്താണ് ചെയ്യുന്നതെങ്കിൽ അത് കൊലയായിട്ട് ഇങ്ങനെ നിൽക്കും. ഇത്ര വലിയ കൊലയാണ്. ഇവിടെ ബോധിയിലെ കൃഷ്ണകുമാർ പല ഭാഗത്തും അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിറയെ കാഴ്ച നിൽക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം, മുമ്പത്തെ വർഷമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതാണ് മണിച്ചോളം എന്ന് പറഞ്ഞ സംഗതി. അതിന് സ്വർഗം എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. അതിന് ചില പ്രത്യേക കിങ് ഓഫ് മില്ലറ്റ് എന്ന് പറയും. കിങ് ഓഫ് മില്ലറ്റ് അതാണ് അതിന്റെ വേറൊരു പേര്. ഫൈബർ റിച്ച് ആണ്, അയേൺ വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലഡ് കൂടുതൽ ആക്കാനായിക്കൊണ്ട് സഹായിക്കും. ആന്റി ഓക്സിഡൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻസർ വരാതിരിക്കാനായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ അതിനകത്തുണ്ട്. ഇൻഫ്ലമേഷൻ കുറയ്ക്കും, അതാണ് വേറെ സംഗതി. ശരീരത്തിൽ നീർക്കെട്ട് അല്ലെങ്കിൽ നീര്, അയ്യോ വെള്ളത്തിന്റെ അംശം കൂടുതൽ അല്ലേ, ഇവിടെ ഒരു ഉളുക്ക്, ഇവിടെ ഒക്കെ നീരായി എന്നൊക്കെ പറയില്ലേ, ആ നീർക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കാനായിക്കൊണ്ട് ഇത് സ്ഥിരമായിട്ട് കഴിച്ചാൽ മതി. അപ്പൊ നീര് പോകാനായിക്കൊണ്ടുള്ള ഏത് സാധനമാണ്? മണിച്ചോളമാണ് കഴിക്കേണ്ടത്. പിന്നെ ഡൈജഷൻ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇത് കഴിച്ചാൽ മതി. ഡൈജഷൻ പവർ കൂട്ടാനായിക്കൊണ്ട് സഹായിക്കുന്ന സാധനമാണ് ഇത്. ക്യാൻസറിന്റെ റിസ്ക് കുറയ്ക്കുന്ന സാധനം. ആന്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് ക്യാൻസർ വരാൻ സാധ്യത കുറവാണ് ഇത് സ്ഥിരമായിട്ട് കഴിച്ചാൽ. അപ്പൊ അത്രയും ഗുണങ്ങളുള്ള സാധനമാണ് എന്ത്? മണിച്ചോളം എന്ന് പറയുന്ന സ്വർഗം കേട്ടോ. അടുത്ത് പനിവരക്, പ്രോസോ മില്ലറ്റ്. അത് പ്രോട്ടീൻ വളരെ കൂടുതലുള്ള ഒരു മില്ലറ്റാണ് പ്രോസോ മില്ലറ്റ്. ഈ പറഞ്ഞ എല്ലാ ധാന്യങ്ങളിലും ഈ പറഞ്ഞ മില്ലറ്റ്സിലുള്ള എല്ലാ ഗുണങ്ങളും ഇതിനകത്തുണ്ട്. മൈൽഡായിട്ടാണെന്ന് മാത്രം, വളരെ ഗംഭീരമായിട്ടുള്ള റിസൾട്ട് എന്ന് പറയാനില്ല. എന്നാലും ഈ ജോറിനെ പോലെയൊക്കെയുള്ള ബെനിഫിറ്റ്സ് ഒക്കെ കുറെ ഇതിനകത്തുണ്ട്. പനിവരക് പ്രോസോ മില്ലറ്റിലുണ്ട്. തണുപ്പാണ്, ഈ കമ്പ് പോലെ തന്നെ തണുപ്പുള്ള ഒരു സാധനമാണ്. അതൊക്കെ വേനൽക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ സാധനമാണ്. വിത്ത് തൈരും കൂടെ ചേർത്തിട്ട് അല്ലെങ്കിൽ മോരും കൂടെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കും. രാവിലെ ഇത് കഴിക്കുകയാണെങ്കിൽ സുഖമായിട്ട് വിശക്കുമില്ല, ഉച്ചവരെ അങ്ങനെ പോവും. ഹെൽത്തിന് യാതൊരു കുറവുണ്ടാവില്ല. മോര് അല്ലെങ്കിൽ തൈര് കഴിക്കുമ്പോൾ അകത്ത് നമ്മുടെ ഉള്ളിലുള്ള ബാക്ടീരിയകളും വൈറസുകളും പ്രോട്ടോസോഫയും അങ്ങനെ കുറെ സൂക്ഷ്മജീവികൾ വയറിനകത്തുണ്ട്. അവരാണ് നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ സഹായിക്കുന്നത്. ദഹന പ്രക്രിയ മുഴുവൻ കൺട്രോൾ ചെയ്ത് കറക്റ്റായി കൊണ്ടുപോകുന്നവരാണ്. അപ്പൊ അവരെയൊക്കെ അത് പോഷിപ്പിക്കുന്നതാണ് ഈ സാധനം. അപ്പൊ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി അവസാനത്തെ മില്ലറ്റ് കമ്പ് അല്ലെങ്കിൽ പേൾ മില്ലറ്റ് എന്ന് പറയുന്ന ബാജ്ര എന്നും പറയും. ഇതാണ് അവസാനത്തെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സാധനം, കമ്പ്. കമ്പും കൂള് വളരെ പ്രസിദ്ധമാണ്. തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് പൊള്ളാച്ചി സൈഡിലൊക്കെ കമ്പും കൂള് പല ഭാഗത്ത് പോയി വേനൽക്കാലത്തൊക്കെ അത് ഏതെങ്കിലുമൊക്കെ മുക്കിൽ ഈ സാധനം കമ്പും കൂള് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ വിലയെ വാങ്ങിക്കുള്ളൂ, കഴിക്കാം. നല്ല ഹെൽത്തിയാണ്, ഹെൽത്തി ആയിട്ടുള്ള സാധനം. ഓക്കെ, ഇതിനെ ബജ്ര എന്നും പറയും. സിങ്ക്, അയൺ ഒക്കെ വളരെ കൂടുതലുള്ള സാധനം. ഞാൻ പറഞ്ഞ നേരത്തെ സൂക്ഷ്മമായിട്ടുള്ള മൂലകങ്ങളിൽ അത്യാവശ്യമായ മൂലകമാണ് സിങ്ക്. സിങ്കിന്റെ ഷോർട്ടേജ് പലപ്പോഴും നിങ്ങൾക്ക് മൂക്കിൽ മണം അല്ലെങ്കിൽ കണ്ണിന്റെ അല്ലെങ്കിൽ കേൾവിയുടെ ശക്തി അല്ലെങ്കിൽ രുചി അറിയായിക ഇങ്ങനെയുള്ള സംഗതികളൊക്കെ വരുത്തുന്നത് സിങ്കിന്റെ ഷോർട്ടേജ് കൊണ്ടാണ്. ഇപ്പൊ സിങ്ക് ആവശ്യം ചെറിയ ആളുകളാണെങ്കിൽ അത് വേണം. അതിന് കമ്പ് സഹായിക്കും. അതുപോലെ അയൺ റിച്ച് ആണ്, അതുകൊണ്ട് തന്നെ ബ്ലഡ് കുറഞ്ഞ ആളുകൾക്ക് ഇത് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ബ്ലഡ് കൂടും, എനർജി ലെവൽ കൂടും. എന്ന് പറഞ്ഞാൽ ക്ഷീണം ഉണ്ടാവില്ല, നല്ല ഉഷാറായിട്ട് ഓടി നടക്കാനായിക്കൊണ്ട് പറ്റും. ഇപ്പൊ 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സായി 80 വയസ്സായി, എന്നാലും 80 വയസ്സിന്റെ ആ ക്ഷീണമൊന്നും കാണില്ല എന്ന് ചുരുക്കം. ഓക്കെ,
അടുത്ത് മെറ്റബോളിസം നന്നായിട്ട്, അത് അകത്തുള്ള ഉപാപചയ പ്രവർത്തനങ്ങൾ എന്ന് പറയും, ആ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് നടക്കും. ദഹന പ്രക്രിയ നടക്കും, അബ്സോർപ്ഷൻ നടക്കും, ഇതൊക്കെ നടക്കും എന്നാണ് പറഞ്ഞത്. ഇനി ബ്ലഡ് സർക്കുലേഷൻ നന്നാവും. ബ്ലഡ് സർക്കുലേഷനും നാഡീ ഞരമ്പുകളുമായി ബന്ധപ്പെട്ടുള്ള സംഗതികളൊക്കെ കറക്റ്റ് ആവും. ഹാർട്ട് കറക്റ്റ് ആവും, അതാണ് പറഞ്ഞത്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ്. ഇമ്മ്യൂണിറ്റി പറഞ്ഞാൽ പ്രതിരോധ ശക്തിയാണ്. വൈറ്റ് കോർപ്പസൽസിനെ അത് നന്നായിട്ട് ഉണ്ടാക്കും. അപ്പോൾ പ്രതിരോധം കിട്ടും. എന്തെങ്കിലും എവിടെയെങ്കിലും ചിറാപ്പുഞ്ചിയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ജലദോഷം വരുന്ന ആൾക്കാരാണ് പലപ്പോഴും. എവിടെയോ മഴ പെയ്തു, തണുപ്പ് വന്നു പറയുമ്പോഴേക്കും അയ്യോ ജലദോഷമായി എന്ന് പറയും. അതൊക്കെ മാറും. വൈറ്റമിൻ സിയും അതുപോലെ ഈ സാധനം, അതായത് കമ്പും സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രോഗപ്രതിരോധ ശക്തി കൂടി വരും. അങ്ങനെ പെട്ടെന്നൊന്നും രോഗങ്ങൾക്ക് അടിമയാവാനായിക്കൊണ്ട് നിങ്ങൾക്ക് സാധിക്കില്ല. ഇത്രയും ഗുണങ്ങളുള്ള സാധനമാണ് എല്ലാ മില്ലറ്റുകളും. 9 മില്ലറ്റിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി സംശയങ്ങളൊക്കെ ചോദിക്കാം. അതിന് മുമ്പ് ഞാൻ ചില കോമൺ ആയിട്ടുള്ള ചില സംഗതികൾ, എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു. എന്നാൽ അതിനെക്കുറിച്ചുള്ള ചില കോമൺ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ പറയാം. എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്? ഒന്നാമത്തെ ചോദ്യം, എങ്ങനെ കഴിക്കണം? തലേ ദിവസം വെള്ളത്തിലിട്ട്, അല്ലെങ്കിൽ എപ്പോഴാണ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ 8 മണിക്കൂർ നേരം കുതിർക്കണം. അതിനുശേഷമേ അത് കഴിക്കാവൂ. അങ്ങനെ കുതിരുമ്പോഴാണ് അതിന്റെ ഫൈബർ, അതിനകത്തുള്ള പല മരുന്നുകളും പുറത്തേക്ക് വരിക. 8 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർന്നതിന് ശേഷം, അതിനുശേഷം വേണം എന്ത് ചെയ്യണം? വേണമെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് ഉണക്കാം, എന്നിട്ട് പൊടിക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പുട്ടാക്കി കഴിക്കാം. ഇനി അതല്ല നമ്മൾ ദോശയായിട്ട് അല്ലെങ്കിൽ ഇഡ്ഡലിയായിട്ടാണ് കഴിക്കുന്നത്, കഞ്ഞി വെക്കാനാണെങ്കിലോ അത് നേരെ കഞ്ഞി വെക്കാം. ദോശയായിട്ട് കഴിക്കുകയാണെങ്കിലോ അരയ്ക്ക ആട്ട അപ്പം തന്നെ അത് ദോശ ചുടുക, അതായത് പുളിപ്പിക്കരുത്. ഇഡ്ഡലി ആക്കണമെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് അരച്ചാൽ മതി. അപ്പോൾ സോഫ്റ്റ്നെസ് കിട്ടില്ല, ബലം കൂടുന്നു, അങ്ങനെയൊന്നുമില്ല. ഒരു ചെറിയ കഷ്ണം ഉരുളക്കിഴങ്ങ് നന്നായി പുഴുങ്ങിയിട്ട് അതിൻ്റെ തോര കളഞ്ഞിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് അരച്ച് നോക്കൂ. നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി കിട്ടും, ഒരു പ്രശ്നമില്ല. ഇനി പുളി കുറവാണെങ്കിലോ ലേശം മാങ്ങ ഇട്ടാൽ മതി, അല്ലെങ്കിൽ നെല്ലിക്ക ഇട്ടാൽ മതി. പുളിയുടെ അംശത്തിന് പുളിയായി. അല്ലാതെ പുളിപ്പിക്കരുത് പറയാം. പുളിപ്പിച്ച് കഴിഞ്ഞാൽ അസിഡിറ്റി വരും. അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ രോഗങ്ങൾ വരും. രോഗങ്ങൾ വരുത്താൻ നല്ലതാണ്. ഇനി അതാണ് കഴിക്കേണ്ട രീതി. 8 മണിക്കൂറെങ്കിലും മിനിമം മെഡിസിനൽ മില്ലറ്റ്സ് പ്രത്യേകിച്ച് 8 മണിക്കൂറെങ്കിലും കുതിർത്തിട്ടേ കഴിക്കാവൂ. ബാക്കിയുള്ള മില്ലറ്റ്സ് ഒക്കെ 3 മണിക്കൂർ കുതിർത്താൽ മതി. റാഗിയൊക്കെ വെറും 2-3 മണിക്കൂർ കുതിർത്താൽ മതി, അത്ര ആവശ്യമുള്ളൂ. ഇനി ഹൈപ്പോതൈറോയിഡ് രോഗികൾ ഈ മില്ലറ്റ്സ് കഴിക്കുന്നത് ശ്രദ്ധിക്കണം. വല്ലപ്പോഴും കഴിക്കാം, പക്ഷെ സ്ഥിരമായി കഴിക്കരുത്. കാരണം അതിനകത്ത് ഈ എല്ലാ മില്ലറ്റ്സിനകത്തും വളരെ ചെറിയ തോതിലാണെങ്കിലും ഗോയിട്രോജിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഗോയിട്രോജിൻ എന്ന് പറയുന്ന ചെറിയ ഒരു വിഷാംശമാണത്. അത് ഉള്ളതാണ് പലപ്പോഴും. എല്ലാ മില്ലറ്റ്സിനും ചെറിയ അളവിലാണെങ്കിലും ഗോയിട്രോജിൻ ഉണ്ട്. ഗോയിട്രോജിൻ എന്ന് പറയുന്ന സാധനം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ, ഗോയിട്രോജിൻ ഉള്ള വേറെയും സാധനം, മുട്ടക്കോസിൽ ഗോയിട്രോജിൻ ഉണ്ട്, കോളിഫ്ലവറിലും ഗോയിട്രോജിൻ ഉണ്ട്. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അയോഡിൻ എന്ന് പറയുന്ന മൂലകം അത്യാവശ്യമായിട്ടുള്ള മൂലകമാണ്. അയോഡിൻ എല്ലാ ഗ്രന്ഥികളുടെയും പ്രവർത്തനക്ഷമമാക്കാനായി കൊണ്ട് സഹായിക്കുന്ന സാധനമാണ്. പ്രത്യേകിച്ച് ഇവിടെയുള്ള ഭാഗത്തുള്ള ഗ്രന്ഥികൾക്ക്. അപ്പൊ എന്ത് ചെയ്യണം? ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഗോയിട്രോജിൻ നേരെ പോയിട്ട് ഈ അയോഡിൻ എന്ന് പറഞ്ഞതിന്റെ അബ്സോർപ്ഷനെ തടയും. അപ്പൊ അയോഡിൻ നമുക്ക് കിട്ടാണ്ടേ. അയോഡിൻ കിട്ടുന്നത് വളരെ അപൂർവം ചില സാധനങ്ങൾ മാത്രമേ ഇപ്പൊ നിലവിലുള്ളൂ. അതിൽ ഒന്നാണ് എന്ത്? അകത്തിച്ചീര എന്ന് പറയുന്ന സാധനം. പിന്നെ ഉള്ളത് പാളംകോടൻ വാഴയുടെ അതിന്റെ മാണിയുണ്ട്, വാഴമാണി, വാഴപ്പൂവ്. അതെടുത്ത് അതിന്റെ ഉള്ളിലത്തെ ഭാഗം എടുത്തിട്ട് ചെറിയ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അത് കഴിക്കാം. അതിനകത്ത് നിറയെ ഈ അയോഡിൻ ഉണ്ട്. പിന്നെ ഒരു സാധനം ഉള്ളത് ചെറിയ വെണ്ടയ്ക്ക, കടിച്ചു തിന്നാൻ പറ്റുന്ന മൂക്കാത്ത വെണ്ടയ്ക്ക. അതിനകത്ത് നിറയെ അയോഡിൻ ഉണ്ട്. പക്ഷെ അയോഡിന് പ്രത്യേകതയുണ്ട്. അത് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ വേവിക്കാനിരിക്കട്ടെ, ഈ ഭക്ഷണമാക്കാൻ വേണ്ടി വെണ്ടയ്ക്ക വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വേവിക്കുകയാണെങ്കിൽ അതങ്ങ് ആവിയായി പോവും, ആകാശത്തേക്ക് പോവും, നമുക്ക് കിട്ടില്ല. പിന്നെന്ത് ചെയ്യും? അപ്പൊ നിങ്ങളൊരു ചോദ്യം ചോദിക്കും, അയോഡിൻ ഇല്ലാത്തത് ശരിയാക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഉപ്പുണ്ടാക്കിയത്? അയോഡൈസ്ഡ് ഉപ്പ് അല്ലേ? നല്ലതാണ്. പാറ്റയ്ക്കും മുരളിക്കും കാശുണ്ടാക്കാൻ നല്ലതാണ്. നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാക്കാൻ അത് പറ്റില്ല.
അവരൊക്കെ കാശുണ്ടാക്കും, അതിനുള്ള ട്രിക്കുകളും സൂത്രങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആരോഗ്യം വരണമെങ്കിൽ, അയോഡിൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ചൂടാക്കാണ്ട് കഴിക്കണം. ചൂടാക്കാണ്ട് കഴിക്കുമോ? പറ്റുമോ? അകത്തിച്ചേരോ ചൂടാക്കാണ്ട് കഴിക്കാൻ പറ്റുമോ? പറ്റും. എന്ത് ചെയ്യണം? ചമ്മന്തി അരയ്ക്കണം. ഇത്തിരി നാളികേരം ഇട്ടിട്ട് ഒരു ഇല മതി, ഒന്ന് ഊരിയെടുത്തിട്ട് അത് ചമ്മന്തി അരയ്ക്കാം. അതിലൂടെ നെല്ലിക്ക ഇടാം, നാളികേരം ഇടാം, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇഞ്ചിയൊക്കെ ഇട്ട് നല്ല ചമ്മന്തി അരയ്ക്കാം. ചമ്മന്തി കഴിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അയോഡിൻ ആവശ്യത്തിന് കിട്ടും. ഡെയിലി നിങ്ങൾ അയോഡിൻ ഈ ലെവലിൽ നിങ്ങൾ ചമ്മന്തി അരച്ചിട്ട് കഴിക്കുകയാണെങ്കിലോ നിങ്ങളുടെ തൈറോയിഡ് പ്രശ്നം അപ്പം നിൽക്കും. 1 മാസം 1.5 മാസം കഴിയുമ്പോഴേ തൈറോയിഡ് പ്രശ്നം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ തൈറോയിഡ്. ഇതിനാണ് നമ്മൾ ജീവിതകാലം മുഴുവൻ പല മരുന്നുകളൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഡോക്ടർമാരുടെ എല്ലാ മാസവും പോയി കഷ്ടപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി അങ്ങനെ പോണത്. ഈ വെറും ഒരു ഇല കഴിച്ചാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷെ ഇല കഴിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ അയോഡിന്റെ പ്രത്യേകതയുണ്ട്. അയോഡിൻ എന്ന് പറയുന്ന സാധനം ഫാറ്റ് സോളിബിൾ ആണ്. ഫാറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് അബ്സോർപ്ഷൻ നടക്കുള്ളൂ. അതുകൊണ്ട് ഫാറ്റ് ആവശ്യമാണ് ഇതിന്റെ കൂടെ. അപ്പൊ അതിനാണ് നാളികേരം അരച്ച് കഴിക്കുന്നത്, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ കഴിക്കാൻ പറയുന്നത്. അതിന് കാരണമാണ് വെളിച്ചെണ്ണ ഫാറ്റാണ്, നാളികേരത്തിൽ ഫാറ്റ് ഉണ്ട്. അത് മിക്സ് ചെയ്ത് കഴിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ശരീരത്തിലേക്ക് അബ്സോർപ്ഷൻ നടക്കും, യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇതാണ് കോമൺ ആയിട്ടുള്ള ഒരു വേറെ സാധനം. അപ്പോൾ അയോഡിൻ ഷോർട്ടേജ് ഉണ്ടാവാൻ സാധ്യതയാണ്. ഇനി രാത്രി കഴിക്കാനായിക്കൊണ്ട് ഏത് മില്ലറ്റാണ് നല്ലത് ചോദിച്ചാൽ റാഗി കഴിക്കാം, മണിച്ചോളം കഴിക്കാം, കമ്പ് കഴിക്കാം, പ്രോസോ മില്ലറ്റ് കഴിക്കാം, ചാമയും തനായിട്ട് കഴിക്കാം, ഏകദേശം എല്ലാ മില്ലറ്റും കഴിക്കാം. ഇനി വേറൊരു കോമൺ ആയിട്ടുള്ള സംഗതി മിക്സ് ചെയ്യും പലരും. അപ്പോൾ 6 മില്ലറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സാധനമാണ്. അത് ആരോഗ്യം എടുത്തരും ഇല്ല. നിങ്ങള് ആരോഗ്യം ക്ഷയിക്കാനായിക്കൊണ്ട് സഹായിക്കുന്നല്ലാതെ നിങ്ങൾക്ക് ആരോഗ്യം തരില്ല. 1 മില്ലറ്റ് ഒരു ദിവസം. ചാമയാണോ കഴിക്കുന്നതിലോ 3 നേരം അല്ലെങ്കിൽ 2 നേരം ചാമ മാത്രം കഴിക്കാം. അല്ലാതെ ചാമയും തേനയും എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞു. പിന്നെ അതിന്റെ ഗുണങ്ങൾ മുഴുവൻ കിട്ടാണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും മിക്സ് ചെയ്ത് കഴിക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതാണ് വേറൊരു സംഗതി. പിന്നെ പോളിഷ് ചെയ്ത് ചില ഭാഗത്ത് നിന്ന് സാധനം കിട്ടും, നന്നായി പോളിഷ് ചെയ്ത് അരിയുടെ കാര്യം പറഞ്ഞില്ലേ, അരിയുടെ തവിട് നമ്മൾ കുത്തി മെല്ലിൽ പല പ്രാവശ്യം ഇട്ട് വെളുപ്പിച്ച് നല്ല വെള്ള കളറായി, തൂ വെള്ളയായി. ഇനി കഴിച്ചു കഴിഞ്ഞാൽ നമ്മളും വെള്ളക്കാരനെ പോലെ നല്ല വെള്ളയായിട്ട് നടക്കും എന്നുള്ള ധാരണയൊക്കെ ആയിരിക്കും നമുക്ക്. സമ്മർദ്ദം അതേപോലെയാണ് ഇവിടെയും പ്രശ്നം വരുന്നത്. ഇത് പോളിഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മെഡിസിനൽ വാല്യൂ മുഴുവൻ പോകും. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള മെഡിസിനൽ വാല്യൂ കിട്ടില്ല എന്ന് പറയാം. അപ്പോൾ അത് എങ്ങനെ കഴിക്കണമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും പൊടിച്ച മില്ലറ്റ് വാങ്ങിക്കരുത്. കാരണം അവിടെ അഡൾട്രേഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ മായം ചേർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അരിപ്പൊടി ചേർത്താൽ നിങ്ങൾ അറിയോ? ഇല്ല. അപ്പൊ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്ത് നിങ്ങൾ മില്ലറ്റ്സ് വാങ്ങിക്കുക. അൺപോളിഷ്ഡ് മില്ലറ്റ് വാങ്ങിക്കാൻ കിട്ടും, അത് മാത്രമേ വാങ്ങിക്കുള്ളൂ എന്ന് തീരുമാനിക്കുക. അൺപോളിഷ്ഡ് മില്ലറ്റ്, പോളിഷ് ചെയ്തിട്ടില്ല, തവിട് കളഞ്ഞിട്ടില്ല, തവിട് ഉണ്ട്, അതിനെ വെള്ളത്തിലിട്ട് കുതിർത്ത് അതിന്റെ മെഡിസിൻ ഒക്കെ പുറത്തേക്ക് എടുത്ത ശേഷം കുക്ക് ചെയ്ത് കഴിക്കുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അടുത്ത സംഗതി, ഭക്ഷണം. എന്ത് ഭക്ഷണം ഉണ്ടാക്കും, എങ്ങനെ എന്ത് ഭക്ഷണം ഉണ്ടാക്കുക, ഇതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അറിയണ്ടേ, അതിനെക്കുറിച്ച് മനസ്സിലാവണ്ടേ. അതിന് ബെസ്റ്റ് പരിപാടി യൂട്യൂബിൽ പോവുക, നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഇംഗ്ലീഷിലുള്ള പരിജ്ഞാനമുള്ള ആളുകളെ സംബന്ധിച്ച് ജസ്റ്റ് അടിച്ചാൽ മതി, മില്ലറ്റ് മാജിക്. അടിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ സരളയായിരിക്കും വരുന്നത്, വിശദമായിട്ട് പറഞ്ഞുതരും ഇതുകൊണ്ട് എങ്ങനെയാണ് കഞ്ഞി ഉണ്ടാക്കേണ്ടത്, അമ്പിളി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അമ്പിളി എന്ന് പറഞ്ഞാൽ പഴങ്കഞ്ഞിയാണ്, മില്ലറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന പഴങ്കഞ്ഞി, അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ഇനി ദോശ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, പുലാവ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, വിശദമായിട്ട് ഓരോന്നിനെ കുറിച്ചും വിശദമായിട്ട് പറഞ്ഞു. അരി കൊണ്ടുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും മില്ലറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെ ആ ലെവലിൽ നിങ്ങൾ യൂട്യൂബ് നോക്കി. തമിഴ്നാട്ടില് ഇഷ്ടംപോലെ ഈ സംഗതി, തമിഴ് റെസിപ്പീസ് നിറച്ചുണ്ട്. ഇംഗ്ലീഷിൽ ഇപ്പൊ ഇവരുടെ ഉണ്ട്, മലയാളത്തിലുള്ള റെസിപ്പീസും അത്യാവശ്യമുണ്ട്. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ മില്ലറ്റ് പ്രചാരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ തമിഴിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ തമിഴിലെ യൂട്യൂബ് ചാനലിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സാധിക്കും. ഓക്കെ, ഇനി കൃഷി ചെയ്യുന്നതാണ്. ക്ലാസ്സിലുണ്ട്, വാനപ്രസ്ഥം പറഞ്ഞ മെമ്പറാണ് ഞാൻ. അവിടെ സ്ഥിരമായിട്ട് ക്ലാസ്സിലുണ്ട്.
അപ്പൊ സ്ഥിരമായ പല ക്ലാസ്സുകളിൽ നിന്നും കിട്ടിയതോ അല്ലെങ്കിൽ ഡോക്ടർ ശരണയുടെ നേരിട്ടുള്ള ക്ലാസ് ഒരു 10-15 ദിവസം ഞങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അത് കംപ്ലീറ്റ് പഠിച്ചതാണ്, എഴുതി പഠിച്ച് കൃത്യമായിട്ട് റെഡിയാക്കി വെച്ചാണ്. ഇതിൽ ഒക്കെ കിട്ടിയ അറിവുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞു തന്നത്. എൻ്റെതായിട്ടുള്ള ഒരു സാധനവും ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നന്ദിയും കടപ്പാടും എൻ്റെ ഗുരുക്കന്മാരായിട്ടുള്ള ഇവർക്ക് കൊടുക്കുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ഉണ്ടെങ്കിൽ അത് എൻ്റെ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ആരോഗ്യം ഉണ്ടാവട്ടെ. ഗ്രന്ഥി രോഗങ്ങൾ മുഴുവൻ നിങ്ങളുടെ മാറട്ടെ. പ്രത്യേകിച്ച് പ്രമേഹം ഈസി ആയിട്ട് മാറാനെ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അതും അതുപോലെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടും തൽക്കാലം ഞാൻ നിർത്തട്ടെ.